ഹലോ ഡിയേഴ്സ്, ഇത് മാഹി റെയിൽവേ സ്റ്റേഷൻ. നമ്മളൊരു യാത്ര പോവാണ് കേട്ടോ. എവിടത്തേക്കാന്നല്ലേ? മാഹി ടു ട്രിവാൻഡ്രം. എൻ്റെ മോനെ ഒന്നും പറയണ്ട, ആ ഈവനിങ് ടെൻഷൻ അടിച്ചൊരു യാത്രയായിരുന്നു. കാരണം റെയിൽവേ സ്റ്റേഷനിൽ എത്തിപ്പെടാൻ പെട്ട പാടെ ഏൽപ്പിച്ച ഓട്ടോ ലേറ്റായി. 5:20 ട്രെയിന് നമ്മൾ എത്തിയത് 5:15 ആവുമായിരുന്നു. ഭാഗ്യത്തിന് ട്രെയിന് 10 മിനിറ്റ്സ് ലേറ്റായി. അങ്ങനെ നമ്മൾ ട്രെയിനിലൊക്കെ കയറി പെട്ടി മോള് കയറിയ പഠന തീറ്റയൊക്കെ തുടങ്ങി. ഇത് പെട്ടെന്നുള്ളൊരു യാത്രയായിരുന്നു ഞാൻ പറഞ്ഞല്ലോ. ഹസ്ബൻഡ് തനിച്ചു പോകാമെന്ന് വിചാരിച്ചതാ. തൽക്കാലം എങ്ങനെയൊക്കെയോ ടിക്കറ്റ് ബുക്ക് ചെയ്ത് സ്ലീപ്പറിൽ കയറി പറ്റി. മോൾക്കാണെങ്കിൽ ഉറക്കം വരുന്നേ ഉണ്ടായിട്ടില്ല. എനിക്കും എങ്ങനെയൊക്കെയോ പുലർച്ചെയായി 4:15 ആകുമ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തി. മോൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ട്രിവാൻഡ്രം വരുന്നത്. ഞാനും ഹസ്ബൻഡൊക്കെ വന്നിട്ടുണ്ട്. ഹസ്ബൻഡിൻ്റെ ഒരു ഒഫീഷ്യൽ മീറ്റിംഗ് ആയിരുന്നു. അത് പിന്നെ നമ്മളും കൂടി അതൊരു ട്രിപ്പാക്കി. കിട്ടുന്ന അവസരം വെറുതെ വിടാൻ പാടില്ലല്ലോ, അതാണല്ലോ അതിൻ്റെ ഒരു രീതി. റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയാണ് നമ്മൾ റൂമൊക്കെ ബുക്ക് ചെയ്തത്. പക്ഷേ റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിയപ്പം ഈ ഓട്ടോ ചേട്ടന്മാർ സ്വസ്ഥത ചെയ്തിട്ടില്ല. പോവാന്നും പറഞ്ഞിട്ട് എവിടത്തേക്ക് നമ്മൾ പറഞ്ഞു ഇവിടെ നടന്നു പോകേണ്ട ദൂരേ ഉള്ളൂ. അങ്ങനെ നമ്മൾ റൂമിലൊക്കെ എത്തി. പിന്നെ കുറച്ച് സമയം കടന്ന് ഹസ്ബൻഡ് മോർണിംഗ് പോകേണ്ടതുകൊണ്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി അടുത്തുള്ള റെസ്റ്റോറൻറ്റിലേക്ക് ഇറങ്ങി. തൊട്ടടുത്ത് തന്നെ റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നത് കുഞ്ഞൊരു ചായക്കട, പേരൊന്നുമില്ല കേട്ടോ. ഹസ്ബൻഡ് അധികം ട്രിവാൻഡ്രം വന്നു കഴിഞ്ഞാൽ നിൽക്കുന്ന ഹോട്ടലാണ് ഹൈലാൻഡ്. അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ആയിട്ടാണ് ഈ കുഞ്ഞ് കട വരുന്നത്. അവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള അപ്പം മുട്ടക്കറി 9:30 ആകുമ്പോൾ തന്നെ കഴിഞ്ഞു. അതുകൊണ്ട് നമ്മൾ ഇഡലിയും ദോശയും വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. എന്തായാലും നന്നായിട്ടുണ്ട്. ഫുഡ് അടിയും കഴിഞ്ഞ് ഹസ്ബൻഡ് മീറ്റിങ്ങിനും പോയി, നമ്മൾ റൂമിലേക്കും പോയി. അങ്ങനെ നമ്മളവിടുന്ന് കുറച്ച് TV ഒക്കെ കണ്ടു, ടൈം പോക്കി. ഹസ്ബൻഡ് ഉച്ചയാകുമ്പോൾ തിരിച്ചു വന്നു. എനിക്കാണെങ്കിൽ നല്ല വിശന്നിരിക്കുന്നുണ്ടായിരുന്നു. കാരണം ഓൾറെഡി ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ബാത്റൂമിലൊക്കെ പോയി വയറൊക്കെ കാലിയായി. നല്ല ചോറ് കഴിക്കണം എന്നായിരുന്നു ആഗ്രഹം. പക്ഷെ നേരത്തെ പറഞ്ഞ ആ കടയിൽ തന്നെ കയറി. അവിടെ നല്ല ഊണായിരിക്കും എന്ന് വെച്ച് കയറിയതാണ്. പക്ഷേ ഊണിൻ്റെ കാര്യത്തിൽ ഫ്ലോപ്പായിരുന്നു. എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. പിന്നെ എന്തായാലും വാങ്ങിയതല്ലെന്ന് വെച്ച് രണ്ടും കൽപ്പിച്ച് അങ്ങ് കഴിച്ച് വയറ് നിറച്ചു. പിന്നെ നമ്മൾ പോയത് തൊട്ടടുത്തുള്ള പോത്തീസിനാണ്. എന്റെ മനസ്സിൽ ചില പ്ലാനൊക്കെ ഉണ്ട്. അങ്ങനെ ഗൈസ് കുറച്ച് പ്ലാനൊക്കെ ആയിട്ട് നമ്മൾ പോത്തീസിലേക്ക് പോയി. അങ്ങനെ പോത്തീസിലേക്ക് പോയാലും മോൾക്ക് പിന്നെ ഷോപ്പിങ്ങിന് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. എനിക്കിങ്ങനെ കുറേ സാധനങ്ങളൊക്കെ നോക്കാൻ വളരെ ഇൻട്രസ്റ്റഡ് ആണ്. അങ്ങനെ കുറച്ച് കറങ്ങി കളിച്ച് പോത്തീസ് കളക്ഷൻ പിന്നെ പറയണ്ടല്ലോ. മെയിനായിട്ട് സാരീസ്, അതുപോലെ തന്നെ കോട്ടൺ മെറ്റീരിയൽസ്, അത് മീറ്റർ തുണികളില്ലേ, നമുക്ക് സൽവാറൊക്കെ അടിക്കാൻ പറ്റുന്ന ആൾക്കാണെങ്കിൽ അടിപൊളി ചെറിയ പ്രൈസിനൊക്കെ കിട്ടുന്നുണ്ട്. ഓഫർ ഉണ്ടായിരുന്നു. പിന്നെ സാരീസിൻ്റെ വൻ കളക്ഷൻ. അങ്ങനെ അധികം സാധനമൊന്നും ഞാൻ വാങ്ങുന്നില്ല, കാരണം അതും പിടിച്ച് അടുത്ത സ്ഥലത്തേക്ക് പോകുമ്പോൾ കുറച്ച് റിസ്ക്കാണ്. അങ്ങനെ പറഞ്ഞതുകൊണ്ട് പിന്നെ കുറച്ച് സൂപ്പർ മാർക്കറ്റിൽ അവിടുന്ന് പർച്ചേസസ് എല്ലാം അവിടെ തന്നെ ഇട്ട് അങ്ങനെ മോക്കൊരു ബുക്കും ഡ്രസ്സൊക്കെ വാങ്ങി നേരെ അവിടുന്ന് ഓട്ടോ പിടിച്ച് നമ്മൾ പോയത് ബോളി കഴിക്കാനായിരുന്നു. ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചൊരു സംഭവമാണ് മഹാബോളി. അപ്പോൾ ഇതുവരെ ബോളി കഴിച്ചിട്ടില്ല. അപ്പോൾ ബോളിയും പായസം കൂടിയും കഴിച്ചിട്ട് നേരെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാൻ വിചാരിച്ചു. ഇത് ട്രിവാൻഡ്രം തന്നെയാണ് വരുന്നത്. ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും മഹാബോളി. അപ്പോൾ എന്തായാലും വെറുതെ ആയില്ല, എക്സ്പീരിയൻസ് ചെയ്യണം. ഇതുവരെ കഴിക്കാത്താണെങ്കിൽ ഒന്ന് പോയിട്ട് കഴിക്കണം. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പായസമാണ്. ബോളി എനിക്ക് പേഴ്സണലി അത്ര ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ പായസം പൊളി. അവിടെ കഴിക്കാനുള്ള സൗകര്യം വേറെ തന്നെ ഉണ്ട്. പാർസലിൻ്റെ കൗണ്ടർ വേറെ തന്നെ ഉണ്ട്. അപ്പം അങ്ങനെ അവിടെ നിന്ന് അതൊക്കെ കഴിച്ച് ഞാനും മോളും അതൊക്കെ നല്ല തലക്കടിയിട്ടുള്ളേ, കാരണം അധികം മധുരം കഴിക്കാത്ത ആളായതുകൊണ്ട്. പിന്നെ നേരെ പിന്നെ നമ്മൾ പോയത് സ്വന്തം ലുലു മാളിലേക്കാണ്. ട്രിവാൻഡ്രം വന്നിട്ട് ലുലു മാളിൽ പോയാലും പിന്നെ എന്താ ആഘോഷം. അങ്ങനെ നമ്മൾ ഗൈസ് ലുലു മാളിലെത്തി. അപ്പം എന്താ പറയുക, വലിയ മാൾ തന്നെ. അതെല്ലാവർക്കും അറിയാമല്ലോ. കൊച്ചിനെക്കാട്ടിയും അതുപോലെ കാലിക്കറ്റിനെക്കാട്ടിയും വളരെ ബിഗ്ഗസ്റ്റ് മാൾ എന്ന് തന്നെ പറയാം. അവിടെ ശരിക്കും പറഞ്ഞാൽ 1 ഡേ സ്പെൻഡ് ചെയ്യാൻ തന്നെ ഉണ്ടായിന്. സ്ഥിരം ചടങ്ങനെ കുറച്ച് ഫോട്ടോസ് എടുത്തു. നേരെ ലുലു ഹൈപ്പർ മാർക്കറ്റിലേക്ക് കയറി. ഇവിടെ കാണുന്നില്ലേ കുറച്ച് ആടുകളിലെ പല പാർട്സുകളിൽ ഇങ്ങനെ എന്തൊക്കെയാണ് വേണ്ടത്, കിഡ്നി അടക്കമുണ്ട്. പിന്നെ അവിടെ നിന്ന് കുറച്ച് നമ്മൾ ഫുഡൊക്കെ സ്നാക്സൊക്കെ വാങ്ങി. അവിടുന്ന് സെൽഫി ഇട്ടിന്ന് ചായയും വാങ്ങി. ചായ നല്ല അടിപൊളിയായിരുന്നു. അവിടുന്ന് സ്നാക്സും വാങ്ങി കഴിച്ചു. ഞാൻ ഈവനിങ് എനിക്ക് വീണ്ടും വിശപ്പിൻ്റെ അസുഖമുള്ളതുകൊണ്ട് ഞാൻ കട്ട്ലറ്റിൻ്റെ കൂടെ ചിക്കൻ ഫ്രൈ വാങ്ങിയിരുന്നു. പിന്നെ ഹസ്ബൻഡ് പറഞ്ഞ നൈറ്റിൽ നമുക്ക് നന്നായിട്ട് ഫുഡ് വേറെ എന്തെങ്കിലും കഴിക്കാം. അങ്ങനെ പുറത്ത് വന്ന് നോക്കുമ്പം നൈറ്റ് 8 മണിയൊക്കെ ആയി. നോക്കുമ്പോൾ നല്ല മഴ. അങ്ങനെ യൂബറിൻ്റെ ഓട്ടോ വണ്ടി വെയിറ്റ് ചെയ്ത് റൂമിലേക്ക് എത്തി. അവിടെ ജസ്റ്റ് ഫ്രഷായി വീണ്ടും നമ്മൾ അടുത്ത ഫുഡ് സ്പോട്ടിലേക്ക് പോയി. സംസം നമ്മളാദ്യം ഓൺലൈനിൽ നിന്ന് വാങ്ങാമെന്ന് വിചാരിച്ചാൽ പിന്നെ പോയി കഴിക്കാം. അങ്ങനെ സംസം റെസ്റ്റോറൻറ്റിലെത്തി. നല്ല തിരക്കായിരുന്നു. അവിടുന്ന് അൽഫാമും അപ്പമൊക്കെ കഴിച്ച് മെല്ലെ ഇറങ്ങി. അപ്പോൾ നടന്നു വരുമ്പോൾ ഒന്ന് ഈ പാളയം മാർക്കറ്റിൻ്റെ അടുത്തെത്തി. പാളയം ജുമാ മസ്ജിദൊക്കെ കാണുന്നില്ലേ, ഞാൻ ഫസ്റ്റ് ടൈം കാണുന്നതാണ് കേട്ടോ. അങ്ങനെ കുറച്ച് സമയം അവിടെ ഒന്ന് റൗണ്ട് അടിച്ച് നടന്ന് യൂബറിൽ ഓട്ടോ ബുക്ക് ചെയ്തിരുന്നു. ഓട്ടോ വന്നു.
ഇപ്പം ടൈം ഏകദേശം 11 മണി. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇനി പോകുന്നത് റൂമിലേക്കായിരിക്കും. അല്ല ഗൈസ്, ഇതെല്ലാം എങ്ങോട്ട് പോകുന്നു? ഭക്ഷണ കാര്യത്തിൽ ഒരു മെജീഷ്യൻ ആണല്ലേ. റെസ്റ്റോറൻറ്റിലേക്ക് നടക്കുന്നതിന് മുമ്പേ നമ്മുടെ റൂമിൻ്റെ അടുത്ത് ഈ തട്ടുകൾ കണ്ടുവച്ചിരുന്നു. ചൂടുള്ള തട്ട് ദോശ ഓംപ്ലേറ്റും കഴിക്കാൻ ഇന്നലെ വിചാരിച്ചതാ. അപ്പോൾ കുറച്ച് സ്പേസ് ബാക്കിയിട്ട് അങ്ങനെ നേരവും കാലവും വല്ല ഉണ്ടാ. ഈ നാട്ടിൽ പട്ടിണിയുടെ ഒരു കുറവേ ഉണ്ടായിരുന്നുള്ളൂ, അത് അവരായിട്ടങ്ങ് തീർക്കുക. ഇങ്ങനെ